ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂഷ്വലി ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിവോഴ്സിലൂടെ സെപ്പറേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഗെറ്റിംഗ് ഓവർ സമ്മൺ എന്ന ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും വളരെ ബാഡായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളൊരു അവസ്ഥ കൂടിയാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ഹാർഡ്ഷിപ്പുകളുണ്ട്. ബിക്കോസ് ഒരുപാട് ഹാർഡ് ഇമോഷൻസിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. എത്രത്തോളം പ്രശ്നമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ, അതിൽ നിന്ന് റിക്കവറി ഒരുപാട് ഡിലേ ആക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിക്കവറിങ് ഫേസ് വേദനാജനകമാക്കാനുള്ളൊരു സാധ്യതയുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ നമ്മളുടെ ആ ഒരു ഗെറ്റിംഗ് ഓവർ സമ്മൺ എന്ന ഒരു അവസ്ഥ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത്, നമ്മളെ കുറ്റബോധം തോന്നുക, ഗിൽറ്റ് ഫീലിംഗ്. നമ്മളാണ് ബ്ലെയിമിങ് അവർ സെൽസ് എന്നാണ് കറക്റ്റ് വേർഡ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകാനുള്ളൊരു കാരണം ഞാൻ മാത്രമാണ് എന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബ്ലെയിം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത്, ആ ഒരു സെപ്പറേഷന്റെ സമയത്തൊന്നും ആ ഒരു ബുദ്ധിമുട്ട് കാണില്ല. പക്ഷെ ആഫ്റ്റർ ഡിവോഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ സെപ്പറേഷൻ, ആഫ്റ്റർ ബ്രേക്കപ്പ് ആയിരിക്കും ഈ ഒരു ഗിൽറ്റ് ഫീലിംഗിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു സാധ്യത കൂടുതൽ. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് നമുക്കുണ്ട്, നമ്മളെ തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു റിക്കവറി ഫേസ് കുറച്ചുകൂടി ഡിലേ ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക്? അപ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എത്രത്തോളം എഫർട്ട് എടുത്തു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അതായത് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എത്രത്തോളം നമ്മൾ എഫർട്ട് എടുത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും അത് എഴുതാനും ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ഭാഗത്ത് നമ്മൾ എടുത്ത എഫർട്ടുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ബ്ലെയിമിങ് കുറച്ച് വെക്കാനും അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് കുറച്ച് വെക്കാനും ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് മിസ്റ്റേക്ക്, യൂഷ്വലി നമ്മൾ വരുത്തുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് സ്റ്റോക്കിംഗ് അവർ എക്സ്. അതായത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അവരെ എവിടെയൊക്കെ തപ്പിയെടുക്കാമോ അവിടെയൊക്കെ നമ്മൾ അവരെ തപ്പുകയും അവരുടെ പുതിയ ഫോട്ടോസ് നോക്കുകയും അവർ മറ്റാരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത് നോക്കുകയും അവർ സന്തോഷിച്ചാണോ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കുകയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത്. സോ ആ ഒരു ബ്രേക്കപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആവുന്നത് വരെ അവരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അവരെ എങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമോ അവരിൽ നിന്നൊക്കെ നമ്മളൊരു ബ്ലോക്ക് ചെയ്യുക, നമ്മളൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത് വരെ കംപ്ലീറ്റ്ലി അവരെ ബ്ലോക്ക് ചെയ്യുക. അവരുടെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക. അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാഡ് സോങ്സ് ഒക്കെ കേൾക്കുന്നത് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യവും നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും എന്നുള്ളതാണ്. സെപ്പറേഷന്റെ സമയത്ത് നമ്മൾ സാധാരണ ആയിട്ട് വരുത്തുന്ന മൂന്നാമത്തെ മിസ്റ്റേക്കാണ്, തേർഡ് മിസ്റ്റേക്കാണ് ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു ആൽക്കഹോൾ ആൻഡ് അതർ സബ്സ്റ്റൻസ് എന്നുള്ളത്. പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് നമ്മൾ അഡിക്ഷനിലേക്ക് പോകുന്നത്. അത് ആൽക്കഹോൾ ആയാലും സബ്സ്റ്റൻസ് അബ്യൂസ് ആയാലും അതിലേക്കൊക്കെ പോകുന്നത് ഒരു കുറുക്ക് വഴിയായിട്ടാണ്. ഇതൊക്കെ മറക്കാനുള്ള ഒരു കുറുക്ക് വഴി. പക്ഷെ സത്യത്തില് മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഓർമ്മകളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. സോ ഒരിക്കലും നമ്മൾ ഏതൊരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് മദ്യത്തെയോ മറ്റുള്ള സബ്സ്റ്റൻസിനെയോ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് നെവർ എ സൊല്യൂഷൻ ഫോർ എനി ഇഷ്യൂസ്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, അതിൽ നിന്ന് പിന്നോട്ട് മാറാനായിട്ട് ശ്രമിക്കുക. പകരം എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ സെൽഫ് കെയർ നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജിമ്മിൽ പോകാം,
അല്ലെങ്കിൽ നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കാം, വ്യായാമം ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്, റിലേറ്റീവ്സ് ആയിട്ട് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് യാത്രകൾ പോകാം. അങ്ങനെ മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ലഹരി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. മദ്യത്തിൽ നിന്നും മറ്റുള്ള സബ്സ്റ്റൻസിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ ഗെറ്റ് ഓവർ ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ലഹരി വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുക. അതിന് പകരം നമ്മളുടെ സെൽഫ് കെയറിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മുടെ ജോലിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ എനർജി ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ 3 തെറ്റുകളും, ഈ 3 മിസ്റ്റേക്സും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് മാറാനായിട്ട് ശ്രമിക്കുക.